സാമ്പത്തിക വർഷത്തിൽ വ്യക്തികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമായി ബിജെപിക്ക് സംഭാവനയായി ലഭിച്ചത് 2244 കോടി രൂപയെന്ന് റിപ്പോർട്ട്. 20,000 രൂപയും അതിനു മുകളിലുമായാണ് സംഭാവന ലഭിച്ചത്. 2022-23 സംഭാവനയുടെ 3 ഇരട്ടിയിലധികമാണ് ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷം ബിജെപിക്ക് ലഭിച്ചത്. അതേസമയം കോൺഗ്രസിന് 2023-24 288.9 കോടി രൂപയാണ് ലഭിച്ചത്. മുൻ വർഷം ഇത് 79.9 കോടി രൂപയായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യമുള്ളത്. പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്ന് 723.6 കോടി രൂപയുടെ സംഭാവനകൾ ബിജെപിക്ക് ലഭിച്ചു. കോൺഗ്രസിന് 156.4 കോടി രൂപ സംഭാവന നൽകി. 2023-24 ബിജെപിയുടെ 1/3 സംഭാവനകളും കോൺഗ്രസിന്റെ പകുതിയിലധികം സംഭാവനകളും പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നാണ്. 2022-23 പ്രൂഡന്റിനുള്ള ഏറ്റവും മികച്ച സംഭാവന നൽകിയവരിൽ മേഘ എഞ്ചിൻ ആൻഡ് ഇൻഫ്ര ലിമിറ്റഡ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർസൈലർ മിത്തൽ ഗ്രൂപ്പ്, ഭാരതി എയർടെൽ എന്നിവരാണ് മുന്നിൽ. അതേസമയം ബിജെപിക്കും കോൺഗ്രസിനും ലഭിച്ച മൊത്തം സംഭാവനകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ ഉൾപ്പെടുന്നില്ല. കാരണം ഈ വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ മാത്രമേ പ്രഖ്യാപിക്കൂ. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കിയിരുന്നു. ചില പ്രാദേശിക പാർട്ടികൾ അവരുടെ 2023-24 സംഭാവന റിപ്പോർട്ടുകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ച സംഭാവന ചില പാർട്ടികൾ സ്വമേധയാ പ്രഖ്യാപിച്ചു. 495.5 കോടി രൂപ ബോണ്ടുകളായി ലഭിച്ചെന്ന് BRS അറിയിച്ചു. DMKക്ക് 60 കോടിയും YSR കോൺഗ്രസിന് 121.5 കോടിയും ലഭിച്ചു. JMMന് 11.5 കോടിയും ലഭിച്ചിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2023-24 ബിജെപിക്ക് സംഭാവനകളിൽ 212% വർധനവ് രേഖപ്പെടുത്തി. 2018-19 2019 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപുള്ള വർഷം ബിജെപി 742 കോടി രൂപയും കോൺഗ്രസ് 146.8 കോടി രൂപയും സംഭാവന ലഭിച്ചിരുന്നു. ബിജെപിക്ക് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി 850 കോടി ലഭിച്ചു. അതിൽ 723 കോടി രൂപ പ്രൂഡന്റിലും 127 കോടി രൂപ ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റിലും 17.2 ലക്ഷം രൂപ INC ഗാർട്ടിംഗ് ഇലക്ട്രൽ ട്രസ്റ്റിലും നിന്നാണ് ലഭിച്ചത്. ട്രസ്റ്റ് വഴി കോൺഗ്രസിന് 156 കോടി രൂപ ലഭിച്ചു. 2023-24 BRSനും YSR കോൺഗ്രസിനും യഥാക്രമം 85 കോടി രൂപയും 62.5 കോടി രൂപയും പ്രൂഡന്റ് സംഭാവന നൽകി. ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ TDP 33 കോടി രൂപയാണ് പ്രൂഡന്റിൽ നിന്ന് സ്വീകരിച്ചത്. ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ജയഭാരത് ട്രസ്റ്റിൽ നിന്നും DMKക്ക് 8 കോടി രൂപ ലഭിച്ചു. സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസിൽ നിന്ന് 2023-24 ബിജെപി 3 കോടി രൂപയുടെ സംഭാവനയാണ് ലഭിച്ചത്. ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ സംഭാവന നൽകിയത്. തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും നിരീക്ഷണത്തിലാണ് മാർട്ടിൻ. AAPക്ക് 2023-24 11.1 കോടിയുടെ സംഭാവന ലഭിച്ചു. മുൻ വർഷത്തേക്കാൾ 37.1 കോടി രൂപ AAPക്ക് കുറഞ്ഞു. 23-24 CPMന് ലഭിച്ച സംഭാവന 7.6 കോടി രൂപയായിരുന്നു. 1.5 കോടി രൂപ CPMന് വർദ്ധിച്ചു. കണക്കുകൾ നിരവധി കാര്യങ്ങളാണ് ബിജെപിയിൽ നിന്നും കാണിച്ചു തരുന്നത്.